ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു മന്തി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴയ ചീഞ്ചട്ടി പുതിയതാക്കിയതല്ല, ക്ലീൻ ആക്കിയപ്പോൾ നമ്മൾക്ക് ഇതന്നെ എടുക്കണം. ഭയങ്കര സ്നേഹമാണ് ചീഞ്ചട്ടീനോട്. അല്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് ആ ചീഞ്ചട്ടി ഞാൻ എടുക്കാണ്ട് അതങ്ങനെ പൂപ്പലും പായലൊക്കെ വന്ന് അങ്ങനെ തേച്ചേക്ക് വൃത്തിയാക്കി വെച്ചാൽ. അപ്പോൾ നമ്മൾ ഉണക്ക നാരങ്ങ, പട്ട, ഏലക്ക, കറാമ്പൂ, കുരുമുളക് ഇതെല്ലാം കൂടി നമ്മൾ ആ ഉണക്കനാരങ്ങയൊക്കെ ഒന്ന് കുത്തിപ്പൊടിച്ച് നമ്മൾ ചൂടാക്കുക കേട്ടോ. മന്തിയിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാനാണ് ഈ പരിപാടി. ഇതങ്ങ് ചൂടാക്കി നമുക്ക് ചെറിയ ജീരകം ഇടാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നമ്മൾ ചെറിയ ജീരകം ഒന്നിട്ടാലോ? ചെറിയ ജീരകം ഇപ്പോൾ ഇടും കേട്ടോ. എപ്പോൾ ഇടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇടക്കളിൽ വന്ന് കലബല അതാ ചെറിയ ജീരകം അതാ ഇടുന്നത്. അപ്പോൾ കലബല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചീത്ത അറിഞ്ഞ് അവർ പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ വീഡിയോ അങ്ങോട്ട് സൗണ്ട് കുറച്ച് ഞാൻ വീഡിയോ കൊടുക്കണം. ഓക്കെ, നമ്മൾ മിക്സിയിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലി ഉണ്ടെങ്കിൽ മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിക്കാം. ഹലോ, നമ്മളെ മന്തി മസാല പൊടിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഒരു സ്പൂണ് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒരു സ്പൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതവിടെ മാറ്റി വെക്കാം. ഹലോ ഗൈസ്, നമ്മൾ ജാറിലൊക്കെ ഇട്ട് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യണം. കാശ്മീരി മുളക് പൊടി. ഇവിടെ മുളക് പൊടി കേട്ടോ, കാശ്മീരി മുളക് പൊടി ഇടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് 3 ചുള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതൊന്ന് ചതച്ചട്ടെ. നമ്മൾ ഇഞ്ചി ചതച്ചത് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ, ഒരു കരണ്ടി, 2 കരണ്ടി മതിയോ? 3 കരണ്ടി കേട്ടോ, 2.5 കരണ്ടി. ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മളെ ഉപ്പ് ഇതില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ ചിക്കൻ കഴുകി ഊറ്റി വെച്ചിരിക്കുന്നു. അതിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെള്ളം വാർന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇതിൽ വെള്ളം നിൽക്കുന്നുണ്ട്. നമ്മളിതാ ഇടാൻ പോകുന്ന മസാല ഇട്ടുട്ടാ. ഇനി കുറച്ച് മസാല നമുക്കതിൽ മാറ്റി വെക്കാം. മന്തി ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം അതെന്തിനാണ് മാറ്റി വെക്കുന്നത്. നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. അപ്പം നമ്മളെ ചിക്കൻ ഇവിടെ റെഡിയാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്കൊരു 2 മണിക്കൂർ വെക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ 2 മണിക്കൂറൊന്നും വെക്കുമെന്ന് അറിയില്ല. എന്തായാലും നമ്മളൊരു 1.5 മണിക്കൂറെങ്കിലും നമുക്ക് വെക്കാം. യെസ്. ഹലോ, നമ്മൾ 1 കിലോ അരിയാണ് വാങ്ങിയത്. അപ്പം നമ്മൾ ഈ കപ്പിൽ അളന്നിട്ടാണ് ഇടാൻ പോകുന്നത്. ഒരു കപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോറ് വെക്കണം. 1.5 കപ്പ് കുറവാണ്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി അവിടെ വെക്കും 1 മണിക്കൂർ. എന്നിട്ട് കാണാം. ഓക്കേ, നമ്മൾ വെള്ളം കൊണ്ട് വരുന്നുണ്ടോ? അപ്പം നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പം നമ്മളെ ചിക്കനൊക്കെ ഇവിടെ സൂപ്പറായിട്ട് ഒരു 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ആവിയിലേക്ക് വെച്ചെടുക്കാം. പെറുക്കി വെക്കാം. വലിയ പീസാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ടാണ് അത്ര കൊടുത്തത്. എന്തായാലും വേണ്ടിയില്ല.
നമ്മളത് വെച്ച് ചെയ്യുന്നത്. എങ്ങനെയായാലും ചിക്കൻ അല്ലേ അല്ലേ. നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചു. ഓക്കെ. എൻ്റെ ഫോണിൽ ഒറ്റപിടി ചാർജില്ല, ഓടിപ്പോയി ചാർജിലിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മന്തിയിലേക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തു. പിന്നെ നമ്മൾ കാപ്സിക്കം, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ സൗകര്യക്കുറവാണ് അവിടെ വെക്കാൻ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ചീഞ്ഞച്ചട്ടീൻ്റെ സവടവടവടാന്നുള്ള സൗണ്ട് കൊണ്ട് ഞാൻ സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് സൗണ്ട് കട്ട് ചെയ്തു. അപ്പം നമ്മൾ അതിൽ സ്പെഷ്യലായിട്ട് ഇടുന്നത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ സവാളയാണ് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് അതിൽ ഒരു ക്യാരറ്റ്, 2 ക്യാരറ്റ് ഒരസി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റിക്കാണ്, പക്ഷെ അതൊന്നും അതിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കില്ലേ ഇതിടാൻ മറന്നുപോയി. ആദ്യം നമ്മളത് പൊരിക്കണേന്. എനിക്ക് ഭയങ്കര മറുതിയാണ് ഗൈസ്. എന്താണ് ഇങ്ങനെ മറുതി വരുന്നതെന്ന് മാത്രം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതാക്കുന്ന ഉള്ളിയിട്ട്, ക്യാരറ്റിട്ട്, വെളുത്തുള്ളിയിട്ട്, പട്ട, കറാമ്പൂ, പിന്നെ നമ്മളെ ലീഫ് പച്ചയാണ് കേട്ടോ. അത് ഉണക്കാൻ കൊണ്ടുവച്ചതാണ് ഞാൻ. നമ്മളവിടെ ഉണ്ട് കറാമ്പട്ടൻ്റെ മരം, അതിൻ്റെ ലീഫ് ഉണക്കി വെക്കുക ചെയ്യുക. പീടികയിൽ നല്ല പൈസയാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇങ്ങനെ ആവിയിൽ വെന്തുകൊണ്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇതൊന്ന് വാട്ടി വെക്കുകയാണ്. അതിൻ്റെ വെള്ളം സ്റ്റോക്ക് നമുക്ക് എടുക്കണം. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം കിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ സമയം കുറേ ആയിരുന്നു, 1:30 ആയിക്കണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. നമ്മൾ അമ്മായിയൊക്കെ ക്ഷീണിക്കും. അപ്പോൾ നമ്മൾ രാവിലെ 2 കുത്തപ്പം തന്നതാണ് അമ്മായി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ വെന്തു സമയമായി. ശരി, നമ്മൾ ഉള്ളി റെഡിയാക്കി വാട്ടി വെച്ചിട്ടുണ്ട്. വാട്ടിയില്ല, ഒന്ന് തട്ടി വെച്ചോളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ മാറ്റി വെച്ച ആ മസാലയിൽ ഇച്ചിരി നമ്മൾ ഫുഡ് കളർ ചേർത്തിയ ഒരു ഭംഗിക്ക് തന്നെ നമ്മളിതിങ്ങനെ ഇതൊന്ന് എടുത്തിട്ട് അങ്ങോട്ടിട്ട് വെച്ചാണ്. ചിക്കൻ നമ്മളിങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് നമുക്ക് കണക്കാക്കി വെച്ച വെള്ളമാണ് നമ്മളത് അളന്നിട്ട് പാരുന്നതായിരിക്കും. ഇത് നമ്മൾ ഈ കപ്പിന് 1.5 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ എത്ര വെള്ളം പാരണം? ഈ ചിക്കൻ സ്റ്റോക്ക് ചെയ്ത വെള്ളമാണ്. ഇതാ 1 കപ്പ്, 1.5 കപ്പ് അരിയല്ലേ. അപ്പം നമ്മൾ 1 കപ്പ്, ഇനി നമുക്ക് 1/2 കപ്പ് കൂടി പാരാം. ആ അരിക്ക് കണക്കായി വെള്ളം. ഇനി നമ്മൾ 1 കപ്പിനുള്ള 1/2 കപ്പ്, 1 കപ്പിനുള്ള 1/2 കപ്പ്, ഇനി 1/2 കപ്പിനുള്ള 1/4 കപ്പ് പാരണം. അത് പാരണോ പാരണ്ടേന്നൊന്നും ഞാൻ ആലോചിക്കട്ടെ. വെള്ളം കൂടുമോന്നൊരു സംശയം. നമുക്ക് ഇനി ഇത്തിരി പിന്നെ അതിലേക്ക് ഞാനൊരു 2 കരണ്ടി കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തേ. ആ പാത്രം, പുഴുങ്ങിയ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇതാ ഈ സംഭവം ഇടണം, മാഗി ക്യൂബ് ഇതാ ഇതിടണം. ഇനി ഇതാ മാറ്റി വെച്ച മസാല കുറച്ചിടല്ലേ, മസാല ഇവിടെ ഉണ്ടല്ലോ, അതിലുണ്ടല്ലോ, മതി. നമ്മൾ ഈ മസാല ഇട്ടത് ഞാൻ കാണിച്ചോ അറിയില്ല, കണ്ടോ ഇതിട്ടതട്ടോ, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതാണോ എന്നറിയില്ല. ഇനി നമ്മൾ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പ് വെക്കാട കേട്ടോ, ഒന്നും കൂടി ഉണ്ട്, അതും കൂടി, അയ്യോ അതും കൂടി ഇടണം എന്ന് അറിയാൻ പോവുകയാണ്. അപ്പോഴേക്കും അതങ്ങ് വീണം ഗൈസ്. അപ്പം നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ചിക്കനിലേക്ക് ഇനി അത് കുഴയ്ക്കണം. ഈ ചോറിൻ്റെ അരി ഒന്നിട്ടെ, അവിടെ അമ്മായിയൊക്കെ വിശന്ന് കലങ്ങി ഉണ്ടാവും. അപ്പം അമ്മായിക്ക് ഞാനിപ്പോൾ ഡക്സക്കിന്ന് പറഞ്ഞാണ്ട് ചപ്പാത്തി ഇട്ടിട്ട് അമ്മായിന് ഒരു ചപ്പാത്തി തുച്ചു തീറ്റി 12 മണിയായപ്പോൾ. കുത്തപ്പം 2 കഴിച്ച രാവിലെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് രാവിലെ അരിൻ്റെ കഴിച്ചാൽ വിശപ്പാണത്. ഹലോ ഗൈസ്, ഞാൻ ഉള്ളി താളിക്കണേൽ ഒരു നുള്ളി ഉപ്പിട്ടിനി. അപ്പോൾ പിന്നെ ഞാൻ ഈ ഇതും കൂടി ഇട്ടപ്പോൾ ഉപ്പ് പാകാട്ടോ. അപ്പോൾ ഞാൻ ഇനി ഉപ്പിടുന്നില്ല. നമുക്ക് ഈ കുതിർത്തി ഊറ്റി
വെച്ച ഈ അരി അങ്ങോട്ട് ഇട്ടു. ഇതിൽ വേവ് വയ്ക്കൂലേ? 1 കിലോനാണ് കുഞ്ഞുങ്ങളെ. ഈ ഉരുളി ചെറുതാ, വലുതൊക്കെ ഉണ്ട്, പിന്നെ വലിയ വലുതാ. നമ്മൾ അരി ഇട്ടു. ഇനി അരി ഇട്ടിന് ഞാൻ കാണിച്ചോന്ന് അറിയില്ല എൻ്റെ കുട്ടികളെ. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ നമ്മൾ നിര വെച്ച് ചോറ് തിളച്ച് നമ്മളെ ചോറായിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് ഒന്ന് അടച്ച് വെച്ചാണ്. ചോറ് റെഡിയായല്ലോ. ചോറ് റെഡിയായി, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒക്കെ നമ്മൾ ഇതാക്കിയിട്ടോ ഒക്കെ ഒന്ന് ഇളക്കിയിട്ട്, എനിക്ക് എന്താണ് വീഡിയോ അങ്ങനെ പിടിക്കില്ല, അതുകൊണ്ടാണ്. ചോറൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുഴഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഈ പച്ചമുളക് അങ്ങോട്ട് കാട്ടി കൊടുക്കാം. നമുക്ക് നീളമുളക് കിട്ടിയില്ല, പച്ചമുളക് ഒരു 4 മുളക് കേട്ടോ, അതങ്ങോട്ട് താക്കി കൊടുത്ത് നമ്മളിന്ന് ചിക്കൻ അതിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേണോ, ഒരു 5 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ടിട്ടൊന്ന് വേവിക്കാം. ഹലോ യാസ്മി, നമ്മളെല്ലാവരും ചെയ്യും പോലെ നമുക്ക് ഇച്ചിരി അവിടെ മഞ്ഞൾ വെള്ളം ഒറ്റിച്ചു കൊടുക്കാം. നമുക്ക് ആ ചിക്കൻ വെക്കുന്നതിൻ്റെ മുന്നേ ചെയ്യണല്ലേ. നമ്മൾ മന്തി ഓൾറെഡി കളറൊക്കെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മതി, എൻ്റെ അമ്മ വെള്ളത്തിനോട് മൂടിക്കണ്ട, അല്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞില്ല അമ്മയെന്ന് വയ്ക്കും. സമയം 2:10. നമ്മളിനി കുറച്ച് മന്തിയിൽ ചിക്കൻ പൊരിച്ച ഇത് നമുക്ക് ഇത്തിരി ഒറ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ മന്തി നല്ല കളർഫുള്ളിൽ നിൽക്കട്ടെ. ഓക്കേ, ഇനി നമ്മൾ ബാക്കി വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മളിത് മൂടി വെക്കാനേ. ഇവിടെ നമ്മളെ ചിക്കൻ മന്തി റെഡിയായി ഗൈസ്. ഇനി ഇത് ഒന്ന് ദമ്മിട്ടാട്ടെ. നമുക്ക് സിമ്മിൽ മതി. ഇനി നമുക്ക് ഞാൻ ആവുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടോ, നമ്മളെ ലീഫ് ഇവിടെ ഉണക്കാൻ കൊണ്ട് വെച്ചിട്ട് കേട്ടോ. ഇത് ഉണങ്ങിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടു. ആവുന്ന അങ്ങോട്ട് തേച്ച് വെച്ച പണി കഴിഞ്ഞാൽ ഇനി ഇതുള്ളൂ, അതങ്ങോട്ട് കഴുകിക്കളാം. അപ്പോഴേക്കും നമ്മൾ 10 മിനിറ്റ് ആവും. ഓക്കെ, ഇനി എൻ്റെ ഫോണിൽ ചാർജിലെടുക്കും. ഹലോ ഗൈസ്, നമുക്കൊരു പുക വേണ്ടേ? അതിന് നമ്മൾക്ക് ചാർക്കോളും ഒന്നുമില്ല. അപ്പം നമ്മളിതാ മണമില്ലാത്ത പുക വരുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. ഇതൊന്ന് കത്തിക്കുക, ഇതിൽ വയ്ക്കുക. ഇതൊന്ന് തുറക്കുക, എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഊതി നമ്മൾ പുക പരത്തി. എങ്ങനെയുണ്ട് ഐഡിയ? അതാണ്. ഓക്കെ, കുഴിമന്തി റെഡി. ഇത് അടി പിടിച്ച് പഠിച്ചോനെ. നമുക്ക് ഓഫാക്കണം. ഓഫാക്കാം. മന്തിയിലെ ചാർക്കോള് ഇത് കൊണ്ട് ചേർത്ത് കാലൊക്കെ അങ്ങോട്ട് ആടിപ്പോയി. लेकिन आज बड़े गर्व से खादी पहनते हैं। खादी ग्रामोद्योग का कारोबार पहली बार 1.5 लाख करोड़ रुपए के पार पहुंच गया है। और जानते हैं
खादी की बिक्री कितनी बड़ी है, 400%। ड्रग्स से ആ ചക്കനെ അങ്ങോട്ടാ ചിക്കനത് മതി വേണമെന്ന് കൂടുതൽ തിന്നിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞു അടിപൊളി ഇഷ്ടം ഓർഡർ ചെയ്യുമ്പോ അത് കൊച്ചു മന്തി പോലെയൊന്നുമല്ല കേട്ടോ. അതതിന് ആദ്യം ആവിക്കച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇട്ടാ പൊരിച്ച് എങ്ങനെ ചൂടല്ലേ ഓ നമ്മളെ അമ്മായി മന്തി ഇന്നാണ് തിന്നി എങ്ങനെയുണ്ട് ചൂടാണ് അടിപൊളി ഉണ്ണേട്ടനെ മാത്രം ഒരു സുഖമില്ലാത്ത അടിപൊളി നമ്മളെ സ്വർണ്ണേച്ചി കിട്ടൊക്കെ ഇതാരെങ്കിലും കഴിഞ്ഞ് ചിക്കൻ കഴിഞ്ഞു. നമ്മളെ സ്വർണ്ണേച്ചി കിട്ടിച്ച് നമ്മൾ കഴിക്കാൻ പോവാൻ കേട്ടോ. ഒക്കെ അങ്ങനെ ഇങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ഉണ്ടാക്കി എന്നെ കൊണ്ട് കഴിച്ചു. ഹലോ, അപ്പം നമ്മൾ ചിക്കൻ മന്തി കഴിക്കാണ്. ചിക്കൻ പീസ് അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഞാൻ അതിൻ്റെ മുമ്പേ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് എനിക്ക് യൂട്യൂബൊന്നുമില്ല. അപ്പോൾ പുകച്ചായൊക്കെ കിട്ടില്ല. അപ്പോൾ നമ്മൾ പുകയൊക്കെ ആ ചോയൊക്കെ കിട്ടുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. ചാർക്കോളില്ലാത്തവർ അങ്ങനെ ചെയ്തോണ്ടില്ല. എന്തേ ഹലോ, ഇന്ന് നമ്മൾ ഈ കുറേ ഞാൻ നോക്കിയിട്ടോ യൂട്യൂബ് എടുത്തിട്ട്. ഞാനെല്ലാം നോക്കാറുണ്ട്. എൻ്റെ മോൻ 3-4 അയച്ചത് ഞാൻ ഒന്നും നോക്കിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കുട്ടീൻ്റെയാണ്. ഓർഡർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ മോൻ പറഞ്ഞു, ഞാൻ പറഞ്ഞുണ്ടാക്കിയാണ് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ഉണ്ടാക്കാം. അവളുടെ പേരാണ് ഫാത്തിമ കറി ബെൽ. ഞാനിതിൽ പറയണേ, എല്ലാവരും അതിൽ പോയി നോക്കിക്കൊണ്ട് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഓരോ പരിപാടി. ഞാൻ പിന്നെ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കുക ഇവിടെ രശ്മിൻ്റെയാണ്. രശ്മി 2 ആളുണ്ട്. ലക്ഷ്മിയുണ്ട്, രശ്മിയുണ്ട്. രശ്മി പിന്നെ സൂപ്പർ സ്റ്റാറല്ലേ. അപ്പം നമ്മൾ ഇതൊന്ന് പറയാം. ഇതൊന്ന് പറയണമെന്ന് എൻ്റെ മോൻ പറഞ്ഞാട്ടോ. എന്നിട്ടാണ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞത്. ഞാൻ പറയില്ല, ഞാൻ കളത്തിൻ്റെ ഉണ്ടാക്കിയ വഴി പറഞ്ഞെടുക്കും. ഓനത് പറയണമെന്നുണ്ട്. നല്ല സൂപ്പറായതുകൊണ്ടായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് ഒക്കെ തോന്നി ബിരിയാണിയാണ് ഇട്ടേച്ച് പോകും. ഇഷ്ടപ്പെട്ടോ ചിക്കനും ഇഷ്ടപ്പെട്ട് ചോറും ഇഷ്ടം. അമ്മായിക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മായി പറയില്ലേ? അമ്മായി പറഞ്ഞല്ലോ. ഞാൻ കുരുമുളക് കുറച്ചിട്ടിട്ടുള്ളൂ. എൻ്റെ മോന് പള്ളിയിലൊരു ലാലുണ്ട്, അതിനോട് പോകുന്ന അതേ പറഞ്ഞിരിക്കുന്ന. അത് നമ്മൾ അടച്ചതൊക്കെയാണ്. പിന്നെ അത് പൊട്ടിയില്ല മോനെ. ഇനിയും അടക്കണം എന്നറിയാം. ഇനി അടക്കണം, അത് പൊരിച്ചാൽ
ഇത്ര പൈസ കൊടുത്തിട്ട് അടുത്ത അപ്പം നമ്മൾ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രിത്തേക്ക് ദിവസം വെക്കണം. എന്താ പറയുക, അങ്ങനെ ബിരിയാണി വെച്ചിട്ട് രാത്രി അമ്മയ്ക്കൊന്നും ഇല്ലല്ലോ, അങ്ങനെ തന്നെ അമ്മയ്ക്ക് കഴിക്കാം. അമ്മയ്ക്ക് ബിരിയാണിക്ക് ഇഷ്ടമൊക്കെ, അമ്മയ്ക്ക് ചോറാണെങ്കിൽ അച്ഛക്ക് പോകും. ബിരിയാണീൻ്റെ ചോറൊക്കെ തിന്നാൻ ഇഷ്ടം, പക്ഷെ അധികം തിന്നാൻ വെച്ചിട്ട് തിന്നു. രാത്രി നമ്മൾ മറ്റേ കടകന്മാർക്ക് ഇത് കൊടുക്കാം. മോന് ഞാൻ ചോറ് അധികം വിളമ്പിയാൽ മതി.